അതൊക്കെ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഈ വന്നതിന് പേര് താങ്ക്സ്. പറഞ്ഞതായിട്ട് എനിക്കൊരു ചെറിയ ഓർമ്മ. അതാണ് പ്രകാശേട്ടാ ഞാൻ ചോദിച്ചത്. അത് തന്നെയാണോന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ഏഞ്ചൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഏഞ്ചൽ എന്റെ ഫ്രണ്ടാണ്. ചേച്ചിക്ക് അറിയാമോ? അറിയാലോ. ഓക്കെ. ഏഞ്ചലിൽ ബിസി ആയിരുന്നു ചേച്ചി പറഞ്ഞു. അതെ കുറെ ആയി കണ്ടിട്ട് ഏഞ്ചലിനെ പറഞ്ഞ പോലെ. ഞാൻ ഏഞ്ചല് ഒരു എവിടെ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ പോയാലും വന്നിട്ടുണ്ട്. തപ്പിപ്പിടിച്ച് പുറകില് വരും. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ? അല്ലേ ഏഞ്ചൽ? പിന്നെ നമ്മുടെ ലൈവിൽ വന്ന് പാട്ട് പാടുന്ന മറ്റേ അമർജിത്ത് എന്ന് പറയുന്നൊരു പയ്യനൊക്കെ ഉണ്ടായിരുന്നു. അവനെ കാണുന്നില്ല. പിന്നെ അമർജിത്തിന് ഇപ്പൊ കാണണേല്ലേ ഞാൻ. കുറെ ആയിട്ട് കണ്ടിട്ടല്ലേ? അതെ, അല്ല, ഒരുപാട് അമർജിത്ത് നാളായിട്ട്. എപ്പോഴും മറ്റേ ഏഡൻസ് വ്ലോഗില്ലേ, ഏഡൻസ് വ്ലോഗിൽ വരാറുണ്ടായിരുന്നു. ഏഡൻസ് ആക്ച്വലി നമ്മുടെ രാജ്യം വിട്ടു പോയല്ലോ. ഏഡൻസ് പോയല്ലോ അല്ലേ? പോയി എങ്ങാനും ഇടുന്നുണ്ടല്ലോ, ലൈവ് ഒക്കെ ഇടുന്നുണ്ട് ഇപ്പോഴും. ഇന്നുണ്ടായിരുന്നു. ലൈവ് ഒക്കെ എന്നും ഇടുന്നുണ്ട്. ലൈവ് ഒക്കെ എപ്പോഴും ഇടുന്ന ആളാണ് തോമസ് നല്ല പേര്. എല്ലാം ഇടും. ചേച്ചി ബിഗ് ബോസ് ലൈവിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോ പറയായിരുന്നു. പക്ഷെ ഇങ്ങനെ കേറിയിട്ടോ ഞാനിപ്പോ ഫസ്റ്റ് ടൈം അല്ലേ കേറുന്നത്, അതോ നേരത്തെ കേറിയിട്ടുണ്ടായിരുന്നോ? ഞാനിപ്പോ കേറി ഇരുന്നിട്ട് ജസ്റ്റ് ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാന് ലൈവിൽ വരില്ല. കാരണം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ ലൈവില് ഇതുവരെ വന്നിട്ടുണ്ടോ, എന്നെ കൂട്ടാക്കിയിട്ടുണ്ടോ. ഇപ്പൊ ജസ്റ്റ് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. രുദ്രാർത്ഥ ലൈവിൽ ആര് പ്രശ്നം ഉണ്ടാക്കി? അല്ലല്ല പ്രകാശ് ചേട്ടൻ നിങ്ങളല്ല, വേറെ ആരോ ഒരാള് വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ അന്ന് നമ്മുടെ സഞ്ജു ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കേറിയിട്ടില്ലായിരുന്നു തോന്നുന്നുണ്ട്. എനിക്ക് ഇത്ര ഓർമ്മ വരുന്നില്ല, കുറെ ആയി. ഇപ്പോഴാണ് കേറുന്നത്. പിന്നെ ചേച്ചി ബിഗ് ബോസിന് ലൈവ് ഉണ്ട്. അറിയാം ലൈവ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഇതുവരെ ഞാൻ കേറി പോയിട്ട് വന്നിട്ടില്ല. അതെ, വരില്ല. കാരണം എന്നിട്ട് ഞാൻ ഇവിടെ വരുമ്പോ വാ കേറെന്ന് പറയും. എന്നിട്ട് അവരൊന്നും നമ്മുടെ ലൈവിൽ വരികയില്ല. ഇതാണ്. അല്ല, കാണാത്താണ് കേട്ടോ, വിചാരിക്കട്ടെ, കാണാത്താണ് ഞാന്. കാണാത്താണെങ്കിൽ എപ്പോഴാണ് ലൈവ് ഇടുന്നത്? അല്ല ശരി, എന്തായാലും ഒരു കമന്റ് ഇട്ടുണ്ടല്ലോ. ഞാന് നോക്കട്ടെ, ഞാൻ തിരിച്ചു വന്നതാണോന്ന് എനിക്കറിയില്ല. അപ്പൊ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ലൈവ് ഇടുമ്പോ കേറാം. ബിഗ് ബോസ് എല്ലായിടത്തും പോയി സപ്പോർട്ട് ചെയ്യും. കണ്ട ഏഞ്ചലിന് മാത്രം അറിയാം എന്റെ വിഷമം. അതെ അല്ലെ. അപ്പൊ എന്റെ സ്റ്റെക്കപ്പ് ആവുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക്. അതെ, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വീരാങ്കാക്ക ജലീല് ആരെങ്കിലും വിളിക്കും. അല്ല, അന്ന് എന്തോ സഞ്ജു വിളിച്ചപ്പോ ത്രിമൂർത്തികളോ അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞു. അപ്പൊ അത് നിങ്ങളുടെ പേര് അതിനകത്ത് വന്നോന്ന് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എനിക്ക് ഓർമ്മയില്ല പ്രകാശ് എന്നാണോ അന്ന് പേര് പറഞ്ഞതെന്ന് ഡൗട്ട്. കുറെ നാളായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മേ ബി 2 months മേലായിട്ടുണ്ടാവും. സോ റിമെമ്പറില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എനിക്കറിയില്ല. പിന്നെ എന്തൊക്കെയാണ് ബിന്ദു ചേച്ചി വിശേഷങ്ങള്? ഏഞ്ചല് ഫുഡൊക്കെ കഴിച്ചോ? ഏഞ്ചൽ എന്ത് ചെയ്യുന്നു? എവിടെയാണ്? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇന്ന് മഴയൊന്നുമില്ല. ചേച്ചി ശരിക്കും എവിടെയാ സ്ഥലം? കറക്റ്റ് സ്ഥലം എവിടെയാ പ്രോപ്പർ? പാലക്കാട് എവിടെയായിട്ടാ? പട്ടാമ്പി ആ സൈഡ് വല്ലതും ആണോ? അങ്ങോട്ടൊന്നും പോണ്ട, ഒലവക്കോടില്ലേ. അവിടെ ഭയങ്കര ചൂടായിരിക്കുമല്ലോ ഇപ്പൊ അല്ലേ? അവിടെ ഭയങ്കര ചൂടായിരിക്കുമല്ലോ ഇപ്പം. ഭയങ്കര ചൂടാണ് ഇവിടെ. പൊതുവെ പാലക്കാട് എന്ന് പറഞ്ഞ ചൂട് സ്ഥലമല്ലോ. അങ്ങനെ അല്ലാണ്ട് അതെ. അതാണ് ഇടയ്ക്ക് ഈ തമിഴ് ഞാനതാ ഓർക്കുകയും ചെയ്തു. എന്താണ് മിക്കപ്പോഴും ഞാൻ വരുമ്പം തമിഴ്നാട്ടുകാരെങ്കിലും ഇവിടെ ലൈവിലുണ്ടോ? ഇതെന്താണോ നിങ്ങൾ അയൽവക്കക്കാരാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? വേറൊരു തമിഴ് ചാനലിൽ ഞാൻ പോയിട്ട് ലൈവില് പോയതാണ് കേട്ടോ. ലൈവിൽ ആരും പോകാൻ പറഞ്ഞ അതിൽ പോയി കുറെ സപ്പോർട്ട്സ് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാന് കേറിയതായിരുന്നു. അപ്പൊ അങ്ങനെ കേറിയപ്പോ ഞാൻ അവിടെ വെച്ചിട്ടാണ് ആ ചേട്ടനെ ഞാനേ പരിചയപ്പെടാം. അപ്പൊ ആ ചേട്ടൻ അപ്പൊ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ച്. ശേഷമാണ് പിന്നെ എന്റെ ലൈവിലേക്ക് കേറിയത്. അങ്ങനെ ഞങ്ങൾ ഇതിൽ വന്ന് പരിചയമായി കൂടുതൽ. മൂർത്തികൾ വേറെ അതിനുശേഷം പിന്നെ എന്റെ ലൈവിൽ എന്നും വരും. എന്റെ ലൈവില് പിന്നെ എന്നും ചേട്ടൻ വരും, വിളിക്കും. അതെ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ പിന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ ഏഞ്ചൽ ഉണ്ടാകും. ഏഞ്ചൽ അമേസിംഗ് വേൾഡ് ഏഞ്ചൽ ഉണ്ടാകും സീസൺ 7. സീസൺ 7 അല്ലേ ഇനി നടക്കാൻ പോകുന്നത്? അത് 8 ആണോ? 7 ആണല്ലേ? അതിലുണ്ടാവും. ഏഞ്ചൽ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാവും.